വലിയ പ്രശ്നം തന്നെയാ കേരളത്തില്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രയും നീണ്ട ഭാര്യയുടെ മഹാമനസ്കത. അതെ, റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് എന്നൊരു ടേം അദ്ദേഹം ഉപയോഗിച്ചു. അതെ, ഈ ഡ്രിങ്കേഴ്സിന് ആരോടാണ് റെസ്പോൺസിബിലിറ്റി? എന്താണ് റെസ്പോൺസിബിലിറ്റി? മനസ്സിലായില്ല. മറ്റൊന്ന് സുഗതകുമാരി ടീച്ചർ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വേദി വിട്ടുപോയതെന്ന് എനിക്കിപ്പോ യാതൊരു സംശയവുമില്ല. ഞാൻ അവരെ നമിക്കുകയാണ്. കാരണം മദ്യം ലഹരി അല്ല എന്ന അങ്ങയുടെ വാദത്തിൽ നിന്ന് തന്നെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മദ്യവും ലഹരിയാണ്. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ബാറുകളുടെ എണ്ണവും അങ്ങ് വിൽപ്പന കാണുന്നില്ലേ? കേരളത്തിലെ വിൽപ്പന, ചാരായ ഷാപ്പുകളുടെ എണ്ണം അങ്ങ് പറഞ്ഞു. പക്ഷേ മദ്യവിൽപ്പനയുടെ റെക്കോർഡ് വില, ഓരോ വർഷവും റെക്കോർഡ് വിൽപ്പന തകർത്ത് മുന്നേറുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? ഇത് കേരളത്തെ തകർത്ത് കഴിഞ്ഞു. പിന്നെ ലഹരി ബാധിക്കാനുള്ള ഒരു കാരണം കൂടി ഞാനൊന്ന് നിരത്തുകയാണ്. മദ്യം ഇവിടെ ഇഷ്ടം പോലെ ലഭ്യമാക്കി കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ലഹരിയുടെ ആസക്തിയിലേക്ക് മുങ്ങിപ്പോയ കേരളം. അത് നിസ്സംശയം പറയാം. ഇവിടെ അത് ശാസ്ത്രീയമായി പറയാൻ കഴിവുള്ളവർ ഈ വേദിയിലുള്ളത് കൊണ്ട് ഞാൻ തുടർന്നൊന്നും പറയുന്നില്ല. അല്ല, മാഡത്തോട് മറുപടി പറയട്ടെ. കേരളത്തിലെ ഈ പണ്ടൊക്കെ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് അരുണാചൽ പ്രദേശത്താണ്. 53% ആൾക്കാർ അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും മദ്യം. എവിടെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറഞ്ഞ സർവേ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് മാഡത്തിന്റെ കയ്യിൽ കിട്ടും. ആ മൊബൈലുണ്ട്, നോക്കുക. കേരളം എന്ന് പറയുന്നത് ഒരാളെ അയാൾ മദ്യപിച്ചത് കൊണ്ടാണ് അയാളുടെ കുടുംബം നന്നായത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ കാണിച്ചു തന്നാൽ മദ്യനിരോധന പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.